ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ്. ആദ്യമേ പാസീവ് വാചകം എന്താണെന്ന് അറിയണം. മലയാളത്തിൽ നമ്മൾ പറയുന്ന അവനെ സഹായിക്കും, അവരെ സഹായിക്കും, അവരെ സഹായിക്കണം, അവരെ സഹായിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള വാചകങ്ങൾ പാസീവ് വാചകങ്ങളാണ്. മലയാളത്തിന്റെ ഒരു പ്രത്യേകത, ചില വെബ്സ് ക്രിയകള് രണ്ട് രീതിയിൽ പാസീവായിട്ട് മലയാളത്തിൽ പറയും. ഉദാഹരണം, അവരെ ശിക്ഷിക്കും അല്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും. രണ്ടു ഒരർത്ഥം തന്നെയാണ്. അവരെ ശിക്ഷിക്കും, അവർ ശിക്ഷിക്കപ്പെടും. എന്നാൽ ഈ രീതിയിൽ അവർ ശിക്ഷിക്കപ്പെടും, അവർ രക്ഷിക്കപ്പെടും, അവർ പീഡിപ്പിക്കപ്പെടും, ഈ രീതിയിൽ പറയുന്ന വെബ്സ് ക്രിയകള് കുറവാണ് മലയാളത്തിൽ. കൂടുതലും നമ്മൾ പറയുന്നത് അവരെ രക്ഷിക്കും, അവരെ സഹായിക്കും, അവരെ പഠിപ്പിക്കും, അവരെ കൊണ്ടുവരും, അവരെ കാണും, അവരെ ക്ഷണിക്കും, ഈ രീതിയിലാണ് നമ്മൾ പറയുക. ഇതെല്ലാം പാസീവ് വാചകങ്ങളാണ്. വേറൊരു കാര്യം, എല്ലാ വെബ്സിനും പാസീവ് ഇല്ല. ഉദാഹരണമായി, അവൻ വരും, അവനെ വരും അങ്ങനെ പറയില്ല. എന്നാൽ അവൻ കാണും, അവനെ കാണും എന്ന് പറയും. അത് പാസീവാ. ഓക്കെ, എല്ലാ വെബ്സിനും പാസീവ് ഇല്ല. ഇംഗ്ലീഷിൽ അതുപോലെ തന്നെ എല്ലാ വെബ്സിനും ക്രിയകൾക്കും പാസീവ് ഇല്ല. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ക്ലാസ്സുകളിൽ കാണുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് വിളിക്കുന്നതിന്റെ പാസീവ് വാചകങ്ങളാണ്. എപ്പോഴും പറയുന്ന പോലെ പേരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് മനസ്സിലാക്കുക. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അവൻ വരും, ഞാൻ എഴുതും, ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നാം ഈ ഫോമാണ് ഉപയോഗിച്ചത്. ഐ വിൽ റൈറ്റ്, ഐ വിൽ ഗോ, ഹി വിൽ ഗോ, ദേ വിൽ കം, ഈ ഫോമാണ്. ഇവിടെ പാസീവ് ആകുമ്പോൾ ഈ ഫോമാണ് ഉപയോഗിക്കുക. ഈ വാചകം ഉണ്ടാക്കുന്നത് സബ്ജക്റ്റ്, അതിന്റെ കൂടെ വിൽ ബി എന്ന വാക്കുകൾ ഉപയോഗിക്കും. ഷാൽ ബി ഉപയോഗിക്കാം. നമ്മൾ വിൽ ബി ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ ഈ ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കും. രണ്ട് വാചകങ്ങൾ കണ്ടു. അവനെ തിരഞ്ഞെടുക്കും, he will be chosen, he will be chosen. മറ്റൊരു രീതിയിലും പറയാം, അവൻ തിരഞ്ഞെടുക്കപ്പെടും. കൂടുതലും നമ്മൾ അവനെ തിരഞ്ഞെടുക്കും എന്നാ പറയുക. അത് ചോദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. will he be chosen, will he be chosen, അവനെ തിരഞ്ഞെടുക്കുമോ? ഇന്ന് നെഗറ്റീവ് വാചകം, മൂന്നാമത്തെ വാചകം കാണുന്നു. സാധാരണ 4 വാചകങ്ങളാണല്ലോ നമ്മൾ കാണുന്നത്. ഇതിലെ വെർബ് will be chosen, will be chosen 3 വാക്കുകളുണ്ട്. വില്ലിന് ശേഷം നോട്ട് വെച്ചാൽ നെഗറ്റീവ് ആവും. he will not be chosen, he will not be chosen. will notന്റെ ഷോർട്ട് ഫോം ആണ് won't. will not be, won't be എന്ന് പറയും. സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ ഇതാണ് ഉപയോഗിക്കുക, won't be. ഓക്കെ, he won't be chosen, അവനെ തിരഞ്ഞെടുക്കില്ല. നമുക്ക് ഈ വാചകങ്ങൾ കാണാം. I won't be chosen, I won't be chosen, എന്നെ തിരഞ്ഞെടുക്കില്ല. മുൻപ് കണ്ടത് I won't choose, ഞാൻ തിരഞ്ഞെടുക്കില്ല. I won't be sent, എന്നെ അയക്കില്ല. മുൻപ് കണ്ടത് I won't send, SEND, ഞാൻ അയക്കില്ല. I won't be taught, എന്നെ പഠിപ്പിക്കില്ല. മുൻപ് കണ്ടത് I won't teach, ഞാൻ പഠിപ്പിക്കില്ല. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. We അതുപോലെ തന്നെ, we won't be chosen, ഞങ്ങളെ തിരഞ്ഞെടുക്കില്ല. മുൻപ് കണ്ടത് we won't choose, ഞങ്ങൾ തിരഞ്ഞെടുക്കില്ല. ഇത് ഞങ്ങളെ തിരഞ്ഞെടുക്കില്ല. ആ വ്യത്യാസം ശ്രദ്ധിക്കണം. എല്ലാവരെ പോലെ തന്നെയാ. യു അതുപോലെ you won't be helped, നിന്നെ സഹായിക്കില്ല. you won't be helped. മുൻപ് കണ്ടത് you won't help, നീ സഹായിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ സഹായിക്കില്ല. he won't be told, ഇത് ശ്രദ്ധിക്കണം. he won't be told, അവനോട് പറയില്ല. മുൻപ് കണ്ടത് he won't tell, അവൻ പറയില്ല. ഓക്കെ, ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. he വെച്ച് she won't be asked, she won't be asked, അവളോട് ആവശ്യപ്പെടില്ല അല്ലെങ്കിൽ അവളോട് ചോദിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ മലയാളം പറയുക. മുൻപ് കണ്ടത് she won't ask, അവൾ ചോദിക്കില്ല അല്ലെങ്കിൽ അവൾ ആവശ്യപ്പെടില്ല. ഓക്കെ, she ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം. അടുത്തത് they, അവർ, ഇവർ, അവ, ഇവ, ഇതിനൊക്കെ they വയ്ക്കാം. they won't be taught, അവരെ പഠിപ്പിക്കില്ല. മുൻപ് കണ്ടത് they won't teach, അവർ പഠിപ്പിക്കില്ല. ഈ രീതിയിൽ വാക്കുകൾ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. പുസ്തകങ്ങൾ കൊണ്ടുവരില്ല എങ്ങനെ പറയും? അത് പാസീവാ. books won't be brought, books won't be brought. ആ മരങ്ങൾ മുറിക്കില്ല.
ദോസ് ട്രീസ് വോണ്ട് ബി കട്ട്. ദോസ് ട്രീസ് വോണ്ട് ബി കട്ട്. ആ മരങ്ങളെ മുറിക്കില്ല. അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയാറില്ല. ആ മരങ്ങൾ മുറിക്കില്ല. അത് പാസീവാണ്. ആരെങ്കിലും മുറിക്കണ്ടേ? അപ്പോൾ പാസീവ് പറയണം. ദോസ് ട്രീസ് വോണ്ട് കട്ട്. അങ്ങനെയല്ല, ദോസ് ട്രീസ് വോണ്ട് ബി കട്ട്. ആ മരങ്ങൾ മുറിക്കില്ല. ആ വാതിൽ തുറക്കില്ല. എങ്ങനെ പറയും? ദാറ്റ് ഡോർ വോണ്ട് ബി ഓപ്പൺഡ്. ഞാൻ ആ വാതിൽ തുറക്കില്ല. എങ്ങനെ പറയും? ഐ വോണ്ട് ഓപ്പൺ ദാറ്റ് ഡോർ. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഈ വാചകം നോക്കാം. ഹി വോണ്ട് ബി ടോൾഡ്. എന്താ അർത്ഥം? അവനോട് പറയില്ല. എന്ത്? ടു സ്റ്റഡി വെൽ. നന്നായി പഠിക്കുവാൻ അവനോട് പറയില്ല. He won't be told to study well. He won't be told to play. കളിക്കുവാൻ അവനോട് പറയില്ല. ഇവിടെ ഹീക്ക് പകരം ഇതെല്ലാം വയ്ക്കാം, അല്ലെങ്കിൽ രാജു, രാമു, സീത വാക്കുകൾ വയ്ക്കാം. ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാസീവ് എന്താണെന്ന് മനസ്സിലാക്കണം. പുസ്തകങ്ങൾ കൊണ്ടുവരും, വീടുകൾ വിൽക്കും, അതെല്ലാം പാസീവാണ്. അത് മനസ്സിലാക്കണം. പിന്നെ പ്രാക്ടീസ് ചെയ്യണം. ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പ്രാക്ടീസ് വഴിയാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത്. രണ്ടുപേർ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തെറ്റ് വന്നാൽ തിരുത്താൻ പറ്റും, ബോറടിക്കുകയില്ല. പ്രാക്ടീസ് ചെയ്യേണ്ടത് ആദ്യം മലയാളം പറയണം, മറ്റേയാള് അതിന്റെ ഇംഗ്ലീഷ്. അങ്ങനെ ഓരോ വാചകവും 10 പ്രാവശ്യമെങ്കിലും മലയാളം ഇംഗ്ലീഷ് ഇങ്ങനെ ആവർത്തിക്കണം. അങ്ങനെ ഭാഷ പഠിക്കാൻ പറ്റും. ഇനി വെബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെബ്സ് പഠിക്കണം. പുതിയ വെബ്സ് പഠിക്കുക. പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, ഉച്ചാരണാർത്ഥമൊക്കെ പഠിക്കണം. അതുപോലെ സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകളൊക്കെ നെറ്റിൽ നിന്ന് കിട്ടും. അതൊക്കെ വായിച്ചു നോക്കുക. വളരെ ഭംഗിയായിട്ട് ആരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട്. ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം.
പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. നമ്മൾ ഇന്ന് വെർബിന്റെ ലിസ്റ്റുകളിൽ 4ാമത്തെ ലിസ്റ്റാണ് എടുക്കുന്നത്. 4 ഫോംസ്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇംഗ്ലീഷ് ഏറ്റവും പ്രധാനപ്പെട്ട 4 ഫോംസ് ആണെന്ന് നമുക്കറിയാം. ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ആയിരിക്കും പഠിക്കുക. ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോമിന്റെ പ്ലൂറലും ഒരേപോലെ ഇരിക്കുകയാണ്. ഉച്ചാരണം, സ്പെല്ലിങ്, അർത്ഥം വ്യത്യാസമുണ്ട്. അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. പിന്നെ പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. അപ്പൊ ഞാൻ വായിക്കുകയാണ്. Get, got, lose, lost, shoot, shot, sit, sat, spit, spat, shine, shone, win, won, stand, stood, understand, understood. അപ്പൊ ഈ വെർബുകളുടെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നുണ്ട്. ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഇനിയുള്ള വെർബ്സ് ഒക്കെ ഒന്നില്ലെങ്കിൽ ഡി എന്ന് ചേർക്കും, അല്ലെങ്കിൽ ഇ ഡി എന്ന് ചേർക്കും. എന്തിനോട് കൂടെ? പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ. അങ്ങനെയാണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. ആ വെർബ്സ് ഒന്ന് വായിക്കുകയാണ്. announced, announced, fear, feared, obey, obeyed, love, loved, laugh, laughed, lie, lied, live, lived, ignore, ignored, improve, improved, knock, knocked, offer, offered, play, played, pray, prayed, proved, protect, protected, punish, punished, receive, received, save, saved, smile, smiled, walked. അപ്പൊ ഇത് ഇംഗ്ലീഷിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവയെല്ലാം. അപ്പൊ ഈ വെർബുകൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇംഗ്ലീഷ് ഭാഷ കൂടുതൽ ഭംഗിയായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും. അർത്ഥം മറക്കാതെ പഠിക്കണം. ഓക്കെ.